സപ്തഭാഷാ സംഗമഭൂമിയായ കാസർകോട്ടെ എല്ലാ നാട്ടുകാർക്കും നമസ്കാരമെന്ന ആമുഖത്തോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം ആരംഭിച്ചത്. കേരളത്തിൽ ഇടതു വലത് മുന്നണികൾ തമ്മിലുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് നടക്കുന്നതെന്നും ഇവിടെ കൊലപാതക കേസിൽ ഉൾപ്പെട്ടവർ വരെ മുഖ്യമന്ത്രിയാകാൻ ശ്രമം നടക്കുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. इसी केरल की धरती पर वी रामकृष्णन हमारे होनहार समाज सेवा में लगे कार्यकर्ता किसी भी राजनीतिक दल के लिए वो खतरा नहीं थे, सेवा भाव से काम कर रहे थे. उनको मौत के घाट उतार दिया और मारने का आरोप जिन पे लगा था वे आज कम्युनिस्ट पार्टी की तरफ से मुख्यमंत्री बनाने की योजना चल रही है. क्या ऐसे हिंसा करने वाले लोगों को जिन पर ऐसे गंभीर आरोप लगे हो, सीधे सीधे हत्या के आरोप लगे हो, क्या ऐसे लोगों के भरोसे केरल का भविष्य ठीक होगा? റബ്ബർ കർഷകരുടേതുൾപ്പെടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും 2022 കർഷകരുടെ വരുമാനം ഇരട്ടിയാകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ, ജില്ലയിലെ NDA സ്ഥാനാർത്ഥികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ, കാസർഗോഡ്.